പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചതോർത്ത് യേശു ക്രിസ്തു നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം വീണ്ടും കറണ്ടിൻ്റെ 2-3 ദിവസങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ചില വീഡിയോകൾക്കൊക്കെ പൂർണ്ണമാക്കാൻ പറ്റിയില്ല. ചിലതിനിടയ്ക്ക് മുറിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനം ഇതായിരുന്നു: കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. ആ സർപ്പ ആരാധനയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ട്രെയിനിൽ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കർത്താവ് വെളിപാട് 13:11 കർത്താവിൻ്റെ ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തിനെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. ആ കടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനസമുദ്രമാണ് ഞാൻ പറഞ്ഞു. 2 ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ കണ്ടു. ആ ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന മൃഗമാണ് ഏത്? ഫറവോയുടെ ദുരാത്മാവ്. ആ ഫറവോയുടെ ദുരാത്മാവാണ് ഇന്ന് ഈജിപ്തിലെ പിരമിഡിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, ഫറവോയുടെ ദുരാത്മാവ് ഏറ്റവും കൂടുതൽ ആവസിച്ച് ഒരു ജനവിഭാഗത്തെ മുഴുവനും അടക്കി ഭരിച്ചിരുന്നത് സൊദോം ഗൊമോറ. സൊദോം ഗൊമോറയിലെ ജനങ്ങൾ നീതി ഏത്, അനീതി ഏത്, സത്യമേത്, തെറ്റേത്, ശരിയേത്, നന്മ ഏതെന്ന് വിവേചിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ജനമായിരുന്നു. അതിൻ്റെ ഉദാഹരണമായിരുന്നു സൊദോം ഗൊമോറ. അപ്പോൾ സൊദോം ഗൊമോറയിൽ പിതാവായ ദൈവത്തിൻ്റെ ക്രോധമിറങ്ങി വന്നപ്പോൾ അവിടേക്ക് സുവർഗഭോഗങ്ങളും അതോടനുബന്ധിച്ച് വരുന്ന എല്ലാ മാലിന്യങ്ങളും, അശുദ്ധിയും മ്ലേച്ഛതയും, വളരെ പരിതാപകരമായ രീതിയിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുമൊക്കെ സംഭവിച്ചപ്പോൾ അവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധം ഇറങ്ങി വരികയും അവിടെ തീയും ഗന്ധവും ഇറക്കിയത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് തത്തുല്യമായ ഒരു ക്രോധമാണ് ഇനി നിവേദിക്കാൻ ഭൂമിയിൽ. അതാണ് ആണവ ആയുധങ്ങൾ. അപ്പോൾ ആണവ ആയുധങ്ങൾ ഭൂമിയിലേക്ക് വീഴുവാൻ തക്കവിധം ഉള്ള ഒരു പശ്ചാത്തലം ഭൂമിയിൽ ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ സത്യം. അപ്പോൾ സൊദോം ഗൊമോറയിൽ കൊല്ലപ്പെട്ട അന്ന് മരിച്ചവരുടെ ആത്മാക്കൾ, ആ കോടാനുകോടി മനുഷ്യരുടെ ആത്മാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കയറി വരികയും അത് മനുഷ്യനിലേക്ക് കയറി ചെന്ന് അതിൽ വസിക്കുകയും ആ മനുഷ്യനെ പൂർവാധികം കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് സർവശക്തനായ ദൈവം ഇവിടെ എഴുതി വെക്കുന്നത്. അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിന് കുഞ്ഞാടിൻ്റേതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിനു മുമ്പിൽ പ്രയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അധികാരം, ഈ സർപ്പ ആരാധനയുടെ അധികാരം നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് അങ്ങനെ, ഓരോ രാജ്യങ്ങളും അതിൻ്റേതായ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പാർക്കുകൾ, അതിൻ്റെ വിചാരശാലകൾ, നമുക്കറിയാം ബോംബെ പോലുള്ള നഗരങ്ങളുടെ കഥകളൊക്കെ ലോകപ്രശസ്തമാണ്. കൽക്കത്ത പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ സ്ഥലങ്ങളുടെയൊക്കെ ലോകപ്രശസ്തമാണ്. അത് ഓരോ രാജ്യങ്ങളിലും അതിൻ്റേതായ പാർക്കുകളും അതിൻ്റേതായ കെട്ടിടങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവിടെയൊക്കെ അതിൻ്റെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ്പോൾ വ്യഭിചാര സംബന്ധമായ, നമ്മൾ പറയും വ്യഭിചാരമാണ്, അല്ലെങ്കിൽ ദൈവം പറയും വ്യഭിചാരമാണ്. എന്നാൽ ജനം, ഇന്നത്തെ പശ്ചാത്തലവും ഗവൺമെൻറ്റുകളും അതിൻ്റെ സംവിധാനങ്ങളും പറയാം അതൊന്നും വ്യഭിചാരമല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന് തോന്നുന്ന ഇമോഷനുകളാണ്. അതിനെ നമ്മൾ തടയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സംഭവിക്കുന്നത്? അത്തരം ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന ദുഷ്ട അരൂപികൾ, ദുഷ്ടശക്തികൾ, പൈശാചിക വ്യൂഹങ്ങൾ, അത് ലോകത്ത് നടക്കുന്ന ഇത്തരം പ്രവൃത്തികൾ മനുഷ്യൻ കാണേണ്ടി വരുമ്പോൾ ആ വ്യക്തിയിൽ കയറിക്കൂടുന്ന ദുഷ്ടാരൂപികളുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ കാണുന്നത്, അല്ലെങ്കിൽ അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഫ്ലൈറ്റുകളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടു എന്ന് വാർത്തയുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ലജ്ജ നഷ്ടപ്പെടുക, വിശുദ്ധി നഷ്ടപ്പെടുക? വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ്
ഇത്തരം സംഭവങ്ങൾ. വിശുദ്ധി എന്താണ്? എന്താണ് വിശുദ്ധി എന്ന് കർത്താവ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കും എന്ന് പറഞ്ഞ ശേഷം വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാവും. വിശുദ്ധ ജനം ഒന്ന് ഇസ്രായേൽ ജനം, മറ്റൊന്ന് കത്തോലിക്ക സഭ. ഇന്ന് ലോകത്തുള്ള രണ്ട് വിശുദ്ധ ജനമാണ് ഈ രണ്ട് വിഭാഗങ്ങൾ. അതിലൊന്ന് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനങ്ങൾ ഇപ്പോൾ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവർ ജെറുസലേം ദേവാലയം പണിയാനും അവിടെ ബലികൾ ചെയ്യാനുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കി വരുന്നു. അവർ പിതാവ് ദൈവത്തെ അന്വേഷിക്കുന്നു, വിശുദ്ധി എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് അന്വേഷിക്കുന്നു. അവരങ്ങനെ അവിടെ പഴയകാല ബലി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വിശുദ്ധ ജനം അതിൻ്റെ ശക്തി സംഭരിക്കുവാൻ, വിശുദ്ധിയെ നഷ്ടപ്പെട്ടുപോയ വിശുദ്ധിയെ വീണ്ടെടുക്കുവാൻ, അശുദ്ധിയെ പരമാവധി ഒഴിവാക്കി നിർത്തുവാൻ അതിനുവേണ്ടി അവർ ആരാധന ചെയ്യുകയും ജെറുസലേം ദേവാലയത്തിൻ്റെ പണിക്കായിട്ട് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ശക്തിപ്പെടുന്നു. എന്നാൽ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അടുത്ത വിശുദ്ധ ജനമാണ് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയിലെ കുടുംബജീവിതവും സഭാജീവിതത്തിലും വരുന്ന വിള്ളലുകൾ, മങ്ങലുകൾ എങ്ങനെ സംഭവിക്കുന്നു കർത്താവ് പറയുകയാണ്. എന്താണ്? ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറെ മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനെ പോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരം. സർപ്പത്തിൻ്റെ ആരാധന എന്ന് പറയും, സർപ്പത്തിൻ്റെ സംസാരം, സർപ്പത്തിൻ്റെ ചിത്രങ്ങൾ, സർപ്പത്തിൻ്റെ ആരാധനകൾ, സർപ്പത്തിൻ്റെ നൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ പാമ്പ് തമ്മിലുള്ള ആട്ടവും ചാട്ടുമല്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സർപ്പം എന്ന് പറയുമ്പോൾ എല്ലാം വ്യഭിചാര സംബന്ധമായ തത്വങ്ങൾ, വ്യഭിചാര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പോൾ നമ്മൾ ട്രെയിനെ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ കാണുക, വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക, വിവാഹം അത് ആശീർവദിക്കാൻ സഭയിലെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക, അന്യ മതസ്ഥരെ വിവാഹം കഴിക്കുക, അതുപോലെ വിശ്വാസവും വിശുദ്ധിയും ഉപേക്ഷിക്കുക, ക്രിസ്തുവിനെ തള്ളി പറയുക. ഇതെല്ലാം വ്യഭിചാരത്തിൻ്റെ പ്രോത്സാഹന സംഭവങ്ങളാണ്. വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനം, അതിൻ്റെ നൃത്തങ്ങൾ, അതിൻ്റെ പാട്ടുകൾ, അതിൻ്റെ രാഗങ്ങൾ, അതിൻ്റെ കൊട്ടുകൾ, മേളങ്ങൾ, അതിൻ്റെ ശബ്ദ സംവിധാനങ്ങൾ, അതോടനുബന്ധിച്ചുള്ള ഭക്ഷണ സംവിധാനങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് വയ്യമ്പാടാണ്. 4 മണിക്ക് ദേവാലയത്തിൽ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. 5, 5:30, 6 മണിയാകുമ്പോഴത്തേനും ചടങ്ങുകളൊക്കെ തീരുന്നു. പിന്നെ രാത്രിയാണ്. രാത്രി കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അവിടെ പിന്നെ വലിയ ആട്ടവും പാട്ടും, ഒരു സൈഡിൽ കൂടെ നൃത്തങ്ങൾ, മറ്റൊരു സ്ഥലത്ത് കൂടെ മദ്യപാനം, വേറെ സ്ഥലത്ത് കൂടെ പാട്ടുകൾ. മനുഷ്യനങ്ങനെ ഉന്മാദം കൊണ്ട് നിറയുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന ദുരാത്മാക്കൾ ഈ കാലഘട്ടത്തിലെ വിശുദ്ധ ജനത്തിൻ്റെ ആത്മാവിലേക്ക് ആവേശിച്ചു കഴിയുമ്പോൾ, അവരെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ എന്തു സംഭവിക്കും? കർത്താവ് പറയാണ്, ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്കഴിയും? ഈ പൈശാചിക തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ തോൽപ്പിക്കുക സാധ്യമല്ല. കാരണം അവർ വലിയ ശക്തമായ ടീമാണ്. അവർക്ക് പണത്തിനോ മറ്റു സമ്പത്തിനോ ഒന്നിനോ കുറവുണ്ടായിരിക്കില്ല. അവരെ പോരാടി തോൽപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ എന്താണ് ഇതിന് പരിഹാരം? അവിടെയാണ് 2 കൊമ്പുകളുടെ, ഒന്ന് വിശ്വാസവും ഒന്ന് വിശുദ്ധിയുമാകുന്ന കൊമ്പുകൾ, ഒന്ന് ദൈവത്തിൻ്റെ മഹത്വവും കൃപയുമാകുന്ന കൊമ്പുകൾ, കുഞ്ഞാടിൻ്റേതുള്ള കൊമ്പുകൾ. ആ കൊമ്പുകളാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ നന്മ, ജീവിതത്തിൻ്റെ വിശുദ്ധി, ജീവിതത്തിൻ്റെ ജീവനുള്ള ഭാഗം. അതായത് മണൽത്തിട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അത് മണൽത്തിട്ടിൽ നിലയുറപ്പിച്ചു. വെളിപാട് 12:17 അവിടെ കർത്താവ് എന്താ പറയുന്നത്? വിശുദ്ധ ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി തങ്ങളുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. മനുഷ്യ ആത്മാക്കളുടെ ഹൃദയം, അതായത് കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികളുടെയും പ്രത്യേകിച്ചും വിശുദ്ധജനമായ ഇസ്രായേൽ ജനത്തിൻ്റെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആ സത്യങ്ങളെ എടുത്തു മാറ്റി തൻ്റെ ഹൃദയവും മനസ്സും ശരീരവും ഒരു ദുഷ്ട മനസാക്ഷിയുടെ ഉടമസ്ഥയുള്ള വ്യക്തിയായിട്ട് മാറുന്ന മണൽത്തിട്ട പോലെയായി മാറുന്ന സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് കണ്ടുവരികയാണ്. ഏറ്റവും കൂടുതൽ കാണുകയാണ്. ദാമ്പത്യ ബന്ധത്തിൻ്റെ തകർച്ചകൾ, സാമൂഹ്യ ബന്ധങ്ങളുടെ തകർച്ചകൾ, അതുപോലെ തന്നെ വിശ്വാസം വിശുദ്ധി ഉപേക്ഷിച്ച് പോകുന്ന സംഭവങ്ങൾ, സഭയിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ എല്ലാം എന്താണ്? അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ മണൽത്തിട്ടയായി മാറുന്നു. അവിടെ എന്തു സംഭവിക്കുന്നു? അതാണ് ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന മൃഗം. ആ മൃഗമായ ദുഷ്ടാത്മാവ്, സോദോം ഗോമോറയിൽ കൊല്ലപ്പെട്ട കോടാനുകോടി മനുഷ്യരുടെ ദുരാത്മാക്കളിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്ന് കയറി
മനുഷ്യരിൽ വന്ന് വാസമുറപ്പിക്കുന്ന അവസ്ഥ നമ്മൾ കാണുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് പരാജയം. അവിടെയാണ് ലജ്ജ നഷ്ടപ്പെടുകയാണ്. അവിടെ കർത്താവ് പറയാണ്, ദാനിയേൽ പറയുന്ന പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് വ്യക്തമായിട്ട് വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം, വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാവും. ഇങ്ങനെ ഇത്തരം മ്ലേച്ഛതകളെ മനുഷ്യൻ പ്രോത്സാഹിപ്പിക്കുകയോ കാണുകയോ മണൽത്തിട്ടുകളായിട്ട് മാറുകയോ, അല്ലെങ്കിൽ അത്തരം ദുരാത്മാക്കൾ ഭൂമിക്കടിയിൽ നിന്നോ കടലിൽ നിന്നോ കയറി വന്ന്, കടൽ എന്ന് പറഞ്ഞാൽ ജനസമൂഹം, ഭൂമിക്കടിയിൽ എന്ന് പറഞ്ഞാൽ ദുഷ്ടാരൂപികൾ. എങ്ങനെയാണ് ഈ ദുഷ്ടാരൂപി ഉണ്ടാകുന്നത്? ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളുടെ എതിർപ്രമാണങ്ങൾ, അതായത് വിവാഹത്തിലൂടെ അല്ലാതെയുള്ള ആസ്വാദനങ്ങൾ, ലൈംഗിക മ്ലേച്ഛതയിൽ കൂടെ ജീവിച്ചിരുന്നിട്ട് അത് അന്നത്തെ കാലത്ത് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ, അന്നത്തെ ജെറുസലേം ദേവാലയത്തിൽ പോയി മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ മുമ്പിൽ മാനസാന്തരപ്പെടാതെ മരിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കളാണ് പിന്നീട് ദുർഭൂതങ്ങളും ദുഷ്ടാരൂപികളുമായിട്ട് ഭൂമിക്കടിയിലേക്ക് പോകുന്നത്. അത് പിന്നീട് എങ്ങനെയും അതൊരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ കർത്താവ് തന്നെ ഇവരെ അഴിച്ചുവിടുന്ന അവസ്ഥയുണ്ട്. അതാണ് യേശുക്രിസ്തു രണ്ടാമത്തെ വരുന്ന മുമ്പ് അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാടി പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനപ്രമാണങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ വചനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ കൂദാശകളുടെ മഹത്വവും ശക്തിയും വിശുദ്ധിയും വിജ്ഞാനവും വിവേകവും സത്യസന്ധമായ നീതിബോധവും ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇത്തരം പ്രശ്നങ്ങൾ എത്ര വന്നാലും തോൽക്കപ്പെടാതെ പിടിച്ചു നിൽക്കാൻ ശക്തിയുള്ള വ്യക്തികളാണ് കർത്താവ് പറയുന്നത്. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കുമ്പോൾ ഇവ നിവൃത്തിയാവുമെങ്കിൽ വിശുദ്ധ ജനത്തിൻ്റെ ശക്തി ആർജിക്കുന്നവരെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ അതിലെ ഇതിലെയും ആണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എന്താണ്, ഇതൊരു നിത്യ സംഭവമായിട്ട് മാറും. മനുഷ്യൻ്റെ കണ്ണുകൾ ഇത് കാണുമ്പോൾ തന്നെ ലജ്ജ കൊണ്ടും അന്ധമായി പോകും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പാകും, വെറുപ്പാകും. അത്രമാത്രം നമ്മുടെ ആത്മാവിനെ അശുദ്ധിയിലേക്കും മ്ലേച്ഛതയിലേക്കും മോശമായ ലജ്ജാകരമായ പ്രവൃത്തിയിലേക്കും വലിച്ചഴിക്കാൻ സാധ്യതയുണ്ട്. അത് ടെലിവിഷനിൽ കൂടെ കാണുകയോ മൊബൈൽ ഫോണിൽ കൂടെ കേൾക്കുകയോ അതിൻ്റേതായ സംഭാഷണങ്ങളോ ചലനങ്ങളോ നൃത്തങ്ങളോ ആസ്വാദ്യമോ അതിൻ്റെ ടീഷർട്ടുകളോ അതിൻ്റെ രീതിയിലുള്ള വസ്ത്ര സംവിധാനങ്ങളോ അത് സംബന്ധിച്ച ആഡംബരങ്ങളോ നൃത്തങ്ങളോ നൃത്യങ്ങളോ കളർ മാറി വരുന്ന കളറുകളോ ഒക്കെ ലോകത്തെ മനുഷ്യരെ വിശുദ്ധ ജനത്തിൻ്റെ ശക്തിയെ തകർക്കാൻ കഴിയുന്നതാണെന്ന് ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് അതിനുണ്ട്. അത് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ കാലഘട്ടത്തെ കർത്താവ് മുന്നറിയിപ്പായിട്ട് തരികയാണ്. എന്താണ് തരുന്നത്? ഇത് ട്രെയിനിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ വീട്ടിൽ മക്കളിൽ കൂടെ കണ്ടേക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് കണ്ടേക്കാം. മറ്റൊന്നിന് വരാൻ പോകുന്ന വിനാശം, ഇതിനേക്കാൾ ഭയാനമായ സംഭവം ദേവാലയങ്ങളിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ്. മുന്നറിയിപ്പട്ടെ നിങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദേവാലയങ്ങളിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദേവാലയത്തിൻ്റെ ചെറുകുമേൽ വിനാശകരമായ മ്ലേച്ഛത വരും. കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന ദേവാലയം നമ്മളാണ്. ആ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൈകളാണ് നമ്മുടെ ചിറകുകൾ. ആ ചിറകുകളുടെ കൈകളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ കൂടെയോ അതിൻ്റെ സംവിധാനത്തിലൂടെയോ ഇനി വരാനിരിക്കുന്ന വലിയ ക്വാണ്ടം കമ്പ്യൂട്ടർ പോലുള്ള സംവിധാനം കൂടെയൊക്കെ ഇത്തരം മ്ലേച്ഛകരമായ സംഭവങ്ങൾ ധാരാളമായി നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇതൊക്കെ നാളെ നമ്മുടെ ഭവനങ്ങളിലാവാം, നാളെ ദേവാലയങ്ങളിൽ വന്നെന്ന് വരാം, നാളെ സ്കൂളുകളിൽ വരാം, നാളെ പൊതുനിരത്തുകളിൽ വരാം. തട്ടുകട, നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ തട്ടുകട എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, ചായ കുടിക്കാൻ വേണ്ടി തട്ടുകടകൾ, ടീ ഷോപ്പുകൾ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മ്ലേച്ഛതയുടെ ഒരു പ്രതീകാത്മക സംഭവം, മ്ലേച്ഛതയുടെ ഷോറൂമുകൾ ഈ ലോകത്ത് വരാൻ പോകുന്ന മുന്നറിയിപ്പട്ടെ നിങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന മൃഗം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, വസിക്കാനുള്ള അവസരം നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ, അത്തരം അവസരങ്ങളും പശ്ചാത്തലങ്ങളും നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ, അതിനുള്ള മൊബൈൽ ഫോൺ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിൻ്റെ ജീവനും ജീവിതവും എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. കാരണം യേശു ക്രിസ്തു രണ്ടാമത്തെ വരനുമുള്ള ഇത്തരം മ്ലേച്ഛതകൾ കാണുമ്പോൾ എൻ്റെ ബുദ്ധിയും ജ്ഞാനവും വികസിക്കണം, വർദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് യേശുവിൻ്റെ വരവിന് മുമ്പുള്ള പൈശാചി തിന്മകളുടെ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ, അതനുസരിച്ച് ആവശ്യമില്ലാത്ത വസ്തുക്കൾ വലിച്ചു ദൂരെ എറിയുവാൻ വേണ്ടി വന്നാൽ തൻ്റെ മൊബൈൽ ഫോണുകൾ പോലും കമ്പ്യൂട്ടർ പോലും ലാപ്ടോപ്പുകൾ പോലും ദൂരെ എറിയുവാൻ അത് വേണ്ടെന്ന് വെക്കാനുള്ള ജ്ഞാനവും വിവേകവും നമ്മൾ ആർജിച്ചെടുക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയും.
അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഇത് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ലോകസ്ഥാപനം മുതൽ ഇത്തരം മ്ലേച്ഛതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അശുദ്ധിയാണെന്ന് കണ്ടുകൊണ്ട് അത്തരം സംവിധാനങ്ങളെ ദൂരീകരിക്കുന്ന നമ്മൾ ചിന്തിക്കും, ട്രെയിനിൽ ഒരാളല്ലേ സംഭവിച്ചുള്ളൂ, ഒരു പ്രാവശ്യമല്ലേ സംഭവിച്ചുള്ളൂ, ഫ്ലൈറ്റിൽ ഒരു പ്രാവശ്യമല്ലേ കണ്ടുള്ളൂ, എപ്പോഴും സംഭവിച്ചില്ലല്ലോ, മതി. പ്രതീകാത്മകമായിട്ട് ഒരു സംഭവം കണ്ടാൽ മതി, ഒരു സംഭവം കേട്ടാൽ മതി, അതിൻ്റെ ദുഷ്ടാരൂപികൾ നമ്മുടെ ആത്മാവിലും ഹൃദയത്തിൽ തങ്ങി നിൽക്കും. അത് പോരാതെ ഇതൊക്കെ വ്യാപകമായിട്ട് വരുന്നൊരു കാലഘട്ടം കൂടെ തൊട്ട് മുമ്പിലാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കണം. അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ കൂടെയാണ് എന്ത് കയറി വരുന്നത്, അടിയിൽ നിന്ന് കയറി വരുന്ന ദുഷ്ടാരൂപികൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ കയറി വന്ന്, കണ്ണുകളിൽ കൂടെ കയറി വന്ന്, കാതുകളിൽ കൂടെ സ്വരമായിട്ട് കയറി വന്ന്, കണ്ണുകളിൽ കൂടെ ചിത്രമായിട്ട് കയറി വന്ന്, നിറങ്ങളും കളറുകളുമായിട്ട് കയറി വന്ന്, അതിനകത്തൂടെ കാണുമ്പോൾ ആ ദുഷ്ടാരൂപി നേരെ എൻ്റെ ഹൃദയത്തിലേക്ക് കയറുകയും സോദോം ഗോമോറയിൽ കൊല്ലപ്പെട്ട ദുഷ്ടാരൂപികളുടെ ദുരാത്മാക്കൾ നമ്മളിൽ കയറി വാസമാവുകയും ചെയ്യുമ്പോൾ നാം എന്നേക്കുമായിട്ട് കീഴ്പ്പെട്ടു പോവും. അതുകൊണ്ടാണ് വിശുദ്ധീകരണത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാവുന്ന ദാനിയേൽ പുസ്തകം വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ വിശുദ്ധി എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിശുദ്ധിയെ വീണ്ടെടുക്കുവാൻ പിന്നീടൊരു സംവിധാനം ഭൂമിയിലില്ല. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒന്ന് കുമ്പസാരിക്കാം, ഒന്ന് കുർബാന സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത്രയെങ്കിലും പശ്ചാത്തലം ഇപ്പോഴുണ്ട്. എന്നാൽ ഇവിടുന്ന് ഒരു വർഷം കൂടെ മുന്നോട്ട് പോയാൽ ഈ സംവിധാനങ്ങളെല്ലാം അടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപി നിറഞ്ഞ പ്രവൃത്തികളുടെ ഭൂമിക്കടിയിൽ നിന്ന് കയറി വന്ന മൃഗത്തിൻ്റെ ദുരാത്മാവ് നമ്മളിൽ കയറിക്കൂടിയാൽ ബഹിഷ്കരിക്കുവാനൊരു പശ്ചാത്തലമോ സാഹചര്യമില്ലാതെ വരുമ്പോൾ അത്തരം ദുഷ്ടാരൂപികൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും നാം എന്നേക്കുമായി നിത്യപാതാളത്തിൻ്റെ അഗാധങ്ങളിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുന്നറിയിപ്പായിട്ട് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ കാണുന്ന മൊബൈൽ ഫോണുകൾ, നിങ്ങൾ കാണുന്ന ലാപ്ടോപ്പുകൾ, നിങ്ങൾ കാണുന്ന ടെലിവിഷൻ പ്രോഗ്രാമുകൾ, നിങ്ങൾ കാണുന്ന പത്രമാസികൾ, നിങ്ങൾ വിദേശരാജ്യത്താണെങ്കിൽ വിദേശരാജ്യത്ത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ സംവിധാനങ്ങൾ എല്ലാം ഓർത്തു വെച്ചോണം. എപ്പോഴാണ് എന്നെ കീഴ്പ്പെടുത്താൻ ശക്തമായ പൈശാചി തിന്മകൾ നമ്മുടെ പുറകെ വന്ന് കീഴ്പ്പെടുത്തുന്നതെന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഒരു നേരത്തെ ഒരു നോട്ടത്തിൻ്റെ പെശകുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന പശ്ചാത്തലം തൊട്ടു മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ കണ്ടു എന്ന് പറഞ്ഞേ. ആ ഒരു മൃഗത്തെ കണ്ടു, അല്ലെങ്കിൽ ആ ദുഷ്ടാരൂപി കണ്ടു. അതിന് എന്തെല്ലാം ലക്ഷണമുണ്ടായിരുന്നു, 2 കൊമ്പുകളുണ്ടായിരുന്നു. എന്നിട്ട് അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അപ്പോൾ സർപ്പത്തെ പോലെ സംസാരിച്ചെന്ന് കണ്ടു കേട്ടു എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്നത്തെ മൊബൈൽ ഫോണിൽ കൂടിയാണ്. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടറുകളിലേക്ക് വരാൻ പോവുകയാണ്. കുറച്ചുകൂടി വിശദമായും വിപുലമായും ഇതിൻ്റെ സംവിധാനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണ്ടുപോയാൽ നമുക്കറിയാം, ഇന്നത്തെ വസ്ത്രധാരണങ്ങൾ, സ്ത്രീകളുടെ വസ്ത്രധാരണമെല്ലാം എങ്ങനെയുള്ളതാണ്, സർപ്പ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന, സർപ്പ ആരാധനയുടെ മോഡൽ വസ്ത്രമാണ്. സർപ്പാരാധന പറയുമ്പം പാമ്പിൻ്റെ ആരാധനയല്ല, വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ശാരീരിക സൗന്ദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ആകർഷത്വം കൂടുന്ന, വശീകരണ ശക്തി കൂടുന്ന, വശ്യത ഉള്ള ഒരു സംവിധാനമാണ് ഇന്നത്തെ കാലത്തെ വസ്ത്ര സംവിധാനങ്ങൾ. അതെല്ലാം വളരെ ദുഷ്ടാരൂപി നിറഞ്ഞാണെന്ന് ഓർത്തു വെച്ചോണം. കാരണം ആ രീതിയിൽ എൻ്റെ ജീവിതത്തെ, വിശുദ്ധിയെ, വിജ്ഞാനത്തെ, വിവേകത്തെ ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഇത്ര തീവ്രതയോടെ നിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് യുഗാന്ത്യം തൊട്ട് മുമ്പിലാണ്. ഇനി നമ്മുടെ മുമ്പിൽ 1000 വർഷം ജീവിച്ചു തീർക്കുവാനില്ല. ഇനി നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ ഒരുപാട് കാലഘട്ടങ്ങൾ നമ്മുടെ മുമ്പിലില്ല, ഒരുപാട് പശ്ചാത്തലങ്ങൾ നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ സമയം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ മാസം നടക്കുന്ന 28-ാം തീയതി നടക്കുന്ന ധ്യാനത്തിൽ നിങ്ങളുടെ പേരുകൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. കാരണം ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. നാളെ ഈ യുദ്ധത്തിൻ്റെ ഗതി വളരെ പെട്ടെന്ന് മാറും. ഇറാൻ്റെ വാർത്തകൾ കേൾക്കുന്ന നിങ്ങൾക്കറിയാം, ഇപ്പോഴവിടെ എന്താണ് സംഭവിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം കൂടി വരും. എപ്പോൾ വേണമെങ്കിലും പെട്രോൾ ഡീസൽ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാം. എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റുകൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകാം. എപ്പോൾ വേണമെങ്കിലും വിദേശത്തുള്ള നമ്മുടെ ആളുകൾ പണം അയക്കുന്നത് നിന്നു പോകാം. ഇപ്പോൾ തന്നെ അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരുങ്ങണമെന്നും എങ്ങനെ ജ്ഞാനിയാകണമെന്നും, ഏതു ദുഷ്ടാരൂപി വന്നാലും എന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം എൻ്റെ വിശുദ്ധിയുടെ ശക്തിയെ എങ്ങനെ ശക്തിപ്പെടുത്തണമെന്നും, എൻ്റെ കണ്ണുകളെയും കാതുകളെയും ഞാൻ എങ്ങനെ നിയന്ത്രിച്ച് വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമെന്നും ശരിയായ അറിവും ജ്ഞാനവും ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ഭയാനകവും ഭീവത്സമായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പം നാം തോറ്റു തുന്നം പാടിപ്പോകും.
പിന്നെ അവിടുന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റിയ സംവിധാനം ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നിലവിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംവിധാനം സഭയാണെങ്കിൽ ആ സഭ നാളെ ഇല്ലാതെ വരും. അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ വളരെ മോശമായ സംവിധാനങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മുടെ ധ്യാന ക്ലാസ്സുകൾ 28 നിങ്ങൾ വരിക. അതിനകത്ത് നിങ്ങൾക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന, ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന, സ്വർഗീയ ജീവിതത്തെ സംബന്ധിക്കുന്ന, നിത്യജീവനെ സംബന്ധിക്കുന്ന A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എളിദാസിനെ കൂടെ ലഭിക്കും. അതിനു വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ മാസം 28-ാം തീയതിയിലെ ധ്യാനത്തിലേക്ക് വരിക. കാരണം 2 മാസം കൂടെ കഴിയാം, അല്ലെ 6 മാസം കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. കാരണം ഈ ലോകയുദ്ധം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിലേക്ക് കെട്ടിക്കിട്ടിരുന്നത്. ലോകാവസാനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് എല്ലാ അർത്ഥത്തിലും ലോകാവസാനം ആരംഭിച്ചു കഴിഞ്ഞു. അത് ആത്മീയ തലത്തിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു, ഭൗതിക തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു, ലോകയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, വിശ്വാസം വിശുദ്ധിയും നഷ്ടപ്പെട്ട് അത് ആരംഭിച്ചു കഴിഞ്ഞു, കുടുംബ ബന്ധങ്ങൾ ശിഥിലം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു, പ്രകൃതി ദുരന്തങ്ങൾ കൂടെ അത് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ എങ്ങനെ നോക്കിയാലും അതിൻ്റെ ഓരോ ഘട്ടവും പിന്നിട്ട് കർത്താവ് പറയാണ്, വെളിപാണ്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, തൻ്റെ ദാസന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകുമെന്ന വാക്കിൻ്റെ അർത്ഥം പടിപടിയായി സംഭവിക്കുക എന്നാണ്. അപ്പോൾ പടിപടിയായി സംഭവിച്ച് ഈ ലോകാവസാനം എന്ന പരമസത്യം നമ്മുടെ മുമ്പിലേക്ക് വരും. വന്നു കഴിയുമ്പം അയ്യോ എന്നൊരു നിലവിളി ധാരാളം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫൗസ്റ്റീനയോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച വചനമാണ് യുഗാന്ത്യവും 2-ാം വരും, ദ ബുക്ക് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിനകത്തെല്ലാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീടൊന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് ഇതെന്നും എന്നേക്കും ഇങ്ങനെ സഭയും നിലനിൽക്കും, എന്നേക്കും ലോകം നിലനിൽക്കും. എപ്പം വേണമെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇരുന്നേക്കരുത്. നമ്മുടെ മുമ്പിൽ രക്ഷപ്പെടാൻ ഇനി സമയവും സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് വേണം. ആ കാഴ്ചപ്പാടിലേക്കായിട്ട് നിങ്ങൾ ഓരോരുത്തരും ക്ഷണിക്കുകയാണ് ധ്യാന ക്ലാസ്സിലേക്ക്. 28-ാം തീയതി കാര്യം മറന്നു പോകാതെ നിങ്ങൾ പേരുകൾ വിളിച്ച് ബുക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാനുള്ള സമയവും സാഹചര്യം നിങ്ങൾക്കുണ്ട്. എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. 97 78 17 22 83. അത് ഞാൻ പലപ്പോഴായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറുകൾ ഞാൻ എഴുതി ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. എത്രയൊരു സമ്പൂർണ്ണ വിശുദ്ധീകരണ പ്രക്രിയയാണ് എളിദാസിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ വരവിൽ ഒരാൾ എങ്ങനെ പൂർണ്ണമായിട്ടും ഒരുങ്ങണം, എന്തെല്ലാം മുൻകരുതലുകൾ അവനെടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യണം, എപ്പോൾ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങി വെക്കണം, എന്തെല്ലാം സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങളെ ജീവിതത്തെ ക്രമീകരിച്ചു വെക്കണം. ഇതൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ജ്ഞാനവും നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തർ ശ്രമിക്കുന്നു, നിങ്ങൾ ഓരോരുത്തർ ക്ഷണിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനായി യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എൻ്റെ മനസ്സ്, ശരീരം, ആത്മാവ് 3 തലം, ആ 3 തലത്തിലും വിശ്വാസത്തെയും വിശുദ്ധിയും ഊട്ടിയുറപ്പിക്കാൻ ദൈവമായ കർത്താവേ അങ്ങന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി അങ്ങയുടെ ജ്ഞാനവും സ്നേഹവും വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തി എന്നിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുറവുകൾ അവിടെ ഏറ്റെടുക്കണമേ. ഈശോയെ, ഞാൻ കഴിഞ്ഞ ദിവസം ബന്ധന പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ വ്യക്തമായിട്ട് അതേപോലെ പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ദുഷ്ടാരൂപി നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വിശുദ്ധി പ്രാപിച്ചാൽ ബാക്കി 4 പേര് വിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ അതിൻ്റെ അസ്വസ്ഥത ആ ഭവനത്തിൽ ശക്തമായിരിക്കും. അതുപോലെ തന്നെ ഒരാൾ വിശുദ്ധി പ്രാപിച്ചാൽ ആ കുടുംബം ദൈവിക സംരക്ഷണത്തിൽ വരികയില്ല. 4 പേരാണ് ഒരു ഭവനത്തിലുള്ളെങ്കിൽ 4 പേരും വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിലേ ആ 4 പേരുടെ സംരക്ഷണവും ശക്തിയും വിശുദ്ധിയും ആ ഭവനത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശുദ്ധിയുള്ളവരെ തോൽപ്പിക്കുകയും അവിടെ സംഘർഷങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. അതിനാൽ ഒരു വീട്ടിലുള്ള എല്ലാ വ്യക്തികളും വന്ന് എളിയദാസിൻ്റെ ജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം, ധ്യാന ആരാധന കേൾക്കണം, വരണം. അതിനെ നിങ്ങൾ ഓരോരുത്തരും ക്ഷണിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.